ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഒരു ലെനോവോ ടാബ് M7 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു ടാബിന്റെ ഈ ലെനോവോയുടെ ടാബുകളൊക്കെ ഒട്ടുമിക്കത് നമ്മൾ ഡിസ്പ്ലേ തന്നെയാണ് അഴിച്ച് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാബിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഡെഡ് ആണ്. ഇതിന്റെ മുകളിലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അഴിച്ച് നോക്കണം. ഈ ഒരു ഡിസ്പ്ലേ ഒട്ടിപ്പോൾ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഇത് മാറിയേക്കുന്ന ഡിസ്പ്ലേ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ സൈഡിലൊക്കെ ഗമ്മിട്ടാണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും ഇത് അഴിച്ച് നോക്കണം. ഡിസ്പ്ലേ പോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത് നമുക്ക് ഈ ഭാഗം ഫുള്ളും അഴിച്ച് പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമ്മൾ അഴിച്ച് പുറത്തേക്ക് എടുത്തു. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഈ ഒരു പൊട്ടലൊക്കെ നമ്മൾ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്ക് അഴിക്കാൻ പറ്റി. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ നമ്മൾ കണ്ടത് ഈ ഒരു സ്ട്രിപ്പ് ഈ ഒരു ടാബിൽ വിട്ട് കിടക്കായിരുന്നു, ഡിസ്കണക്ട് ആയിട്ട് കിടക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് തന്നെ സ്ട്രിപ്പ് വരാം. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ ആക്കിയിട്ട് ഒരു ഷീൽഡൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ ഒരു ഷീൽഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് വിട്ടുപോയത്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെയായിരിക്കും ഇത് ഓൺ ആവാണ്ടിരുന്നത്. നമുക്ക് ഇനി സ്ട്രിപ്പിനകത്ത് കണക്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് പവർ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓൺ ആവുമെന്നറിയാം. അപ്പം നമ്മൾ ആ സ്ട്രിപ്പ് ഇട്ടപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഓണായി. ബാറ്ററിയിൽ 99% ചാർജ് കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ മാറിയ സമയത്ത് അവർ ആ ഒരു ഷീൽഡും സ്ക്രൂ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പെട്ടെന്ന് താഴെ വീഴുമ്പോൾ ജസ്റ്റ് ഒന്ന് പൈക്കൊന്ന് സ്ലിപ്പായി താഴെ വീഴുമ്പോൾ തന്നെ ആ ഒരു സ്ട്രിപ്പ് അതിൽ നിന്ന് വിട്ടുപോകും. ഈ ഒരു അടിഭാഗത്തൊക്കെ എന്തോ മാർക്കൊക്കെ ഉണ്ട് ഡിസ്പ്ലേയിൽ. വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. നമുക്ക് ഇനി അവിടെ ഇപ്പോൾ ഒരു ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പാക്കിങ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമുക്കിങ്ങനെ അത് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഡിസ്പ്ലേ ഒക്കെ മാറുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ഷീൽഡൊക്കെ ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് അഴിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. ഈ ഒരു കംപ്ലൈൻറ്റ് എന്തായാലും നമുക്ക് അറിയില്ല. അത് ഓണായിപ്പോൾ ഇവിടെ ഒരു മാർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അടിയിൽ. ഈ ഒരു ടാബ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുപോലെ ഡിസ്പ്ലേ ഒക്കെ മാറുന്നവർ, ഡിസ്പ്ലേ അല്ല എന്താവട്ടെ, നമ്മളിപ്പോൾ ഒരു ഫോണോ ടാബോ എന്തെങ്കിലും അഴിക്കാവട്ടെ, തിരിച്ച് ഫിറ്റ് ചെയ്യണ സമയത്ത്, അസംബിൾ ചെയ്യണ സമയത്ത് എല്ലാ ഷീൽഡും ഇട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. ഡിസ്പ്ലേയുടെ തന്നെയല്ല, ബാറ്ററിയുടെ ആയാലും ഇപ്പോൾ CC സ്ട്രിപ്പിൻ്റെ ആയാലും വേറെ എന്തിൻ്റെ ആയാലും ഷീൽഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. എല്ലാ സ്ക്രൂകളും ഇടാം. ഈ ഒരു ടാബിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതുപോലത്തെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ടാവും.